നിരവധി വർഷങ്ങളായി നിങ്ങൾ അനുഭവിച്ച അതികഠിന വേദനയെക്കുറിച്ച് ഞങ്ങൾ അറിയുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷം നേരിട്ട അതിക്രമങ്ങളെക്കുറിച്ച്. ഇരുളടഞ്ഞ വഴിയിലൂടെയുള്ള നിങ്ങളുടെ യാത്ര മനുഷ്യത്വമുള്ള ഏതൊരാളുടെയും ഹൃദയത്തെ വേദനിപ്പിക്കുന്നതും കണ്ണുകളെ ഈറനണിയിക്കുന്നതുമാണ്. സ്വന്തം വീട് ഉപേക്ഷിച്ച് ഞങ്ങളുടെ രാജ്യത്ത് അഭയം തേടിയ പതിനായിരങ്ങൾക്ക്, വീടുകളിൽ നിന്നും കുടിയിറക്കപ്പെട്ട അതിലുമധികം ജനങ്ങൾക്ക്, ഇന്ന് പുതുജീവിതം ആരംഭിക്കുന്നവർക്ക് ഞാൻ എല്ലാവിധ ആശംസകളും നേരുന്നു. വർഷം 1972 മാർച്ച് 12 ബംഗബന്ധു ഷെയ്ഖ് മുജിബുർ റഹ്മാനൊപ്പം പൊതുപരിപാടിയിൽ ബംഗ്ലാദേശിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് ഇന്ദിരാഗാന്ധി നടത്തിയ പ്രസംഗത്തിലെ വളരെ കുറച്ച് വരികൾ മാത്രമാണിവ. ഇന്ന് ബംഗ്ലാദേശ് കത്തിയെരിയുമ്പോൾ ഈ വാക്കുകൾക്ക് ഏറെ പ്രസക്തിയുണ്ട്. ഇന്ത്യയുടെ ഏറ്റവും വലിയ സവിശേഷത ഇന്ത്യ ഒരിക്കലും ഒരു മതരാഷ്ട്രമല്ല എന്നത് തന്നെയാണ്. ഏതൊരു മതത്തിൻ്റെയോ വിശ്വാസത്തിൻ്റെയോ ആത്മാവിനെ ഉൾക്കൊള്ളാൻ ഇന്ത്യക്കാകും. പലയാവർത്തി ഇന്ത്യ അത് തെളിയിച്ചതുമാണ്. അതിൽ കേവലം ഒരു ഉദാഹരണം മാത്രമാണ് ഇന്ദിരാഗാന്ധിയുടെ പ്രസംഗം. എന്നാൽ ഇന്ന് സാമൂഹിക സമവാക്യങ്ങളെല്ലാം അപ്പാടെ മാറി മറിഞ്ഞു. മതഭീകരത ലോകത്തെ കീഴടക്കി. അതിൻ്റെ ഒരംശം ബംഗ്ലാദേശിൽ ഇരമ്പിയപ്പോൾ ഇന്ത്യയിൽ അത് വലിയ പ്രകമ്പനമുണ്ടാക്കുകയാണ്. ഇന്ത്യയെ അത് എങ്ങനെ ബാധിക്കുന്നു എന്ന് ചോദിച്ചാൽ പലതരത്തിൽ ഇന്ത്യയുടെ ജീവനാഡിയെ സ്വാധീനിക്കുമെന്ന് തന്നെ ഉത്തരം പറയാം. 1. സ്വാഭാവികമായ മനുഷ്യത്വം മൂലമുണ്ടാകുന്ന ആശങ്ക. 2. രാഷ്ട്രീയമായുള്ള മുതലെടുപ്പ്. 3. മതത്തെ രാഷ്ട്രീയ സമവാക്യമാക്കി മാറ്റിയുള്ള മുതലെടുപ്പ്. ഏറ്റവും പ്രധാനപ്പെട്ടതും ഭയപ്പെടേണ്ടതുമായ ഘടകം മൂന്നാമത്തേതാണ്. സമവാക്യങ്ങൾ തെറ്റിയില്ലെങ്കിൽ ഇന്ത്യയിലെ എല്ലാ ജാതിമത കണക്കുകളും പിഴയ്ക്കും. ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ ദുരിതം BJPക്ക് വലിയ പ്രശ്നം തന്നെയാണ്. പലയാവർത്തി BJP നേതൃത്വം അത് വ്യക്തമാക്കിയിട്ടുമുണ്ട്. പല പ്രമുഖരും ഇതേ പ്രശ്നം ഉന്നയിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. പല വലത് അനുകൂല മാധ്യമങ്ങൾ ലേഖനങ്ങളും ചർച്ചകളും മുന്നോട്ട് വെച്ചിട്ടുമുണ്ട്. എന്നാൽ ഇതുകൊണ്ടൊന്നും ബംഗ്ലാദേശിലെ പ്രശ്നങ്ങൾക്ക് യാതൊരു മാറ്റവും വന്നിട്ടില്ല. എന്നാൽ ന്യൂനപക്ഷ ചെറുത്തുനിൽപ്പ് തുടരുന്നുമുണ്ട്. പക്ഷേ ബംഗ്ലാദേശിലെ ഹിന്ദു അടിച്ചമർത്തലുകൾ ഒരുപക്ഷെ ഇന്ത്യയിലെ ഹിന്ദുമത വിശ്വാസികളെ ചൊടിപ്പിച്ചാൽ ഇന്ത്യയുടെ സാമൂഹിക സാഹചര്യത്തിൽ അത് വലിയ വിള്ളലുണ്ടാക്കും. ബംഗ്ലാദേശ് ഭൂരിപക്ഷമായ മുസ്ലിം ജനവിഭാഗവും ഇന്ത്യയിലെ ഭൂരിപക്ഷ ജനവിഭാഗമായ ഹിന്ദുമത വിശ്വാസികളും തമ്മിലുള്ള ഐക്യത്തെ അത് ബാധിക്കും. അത്തരത്തിലുള്ള പല സന്ദർഭങ്ങൾക്കും രാജ്യം മുൻപും സാക്ഷിയായതാണ്. ഇനിയൊരു കലഹത്തെ അഥവാ സംഘർഷത്തെ താങ്ങാനുള്ള ശക്തി ഇന്ന് ഇന്ത്യക്കില്ല. മാത്രമല്ല, അത്തരമൊരു സാഹചര്യമുണ്ടായാൽ രാഷ്ട്രീയ പാർട്ടികൾക്കോ സംഘടനാ സംവിധാനങ്ങൾക്കോ അതിനെ ചെറുക്കാനും സാധിച്ചെന്ന് വരില്ല. ഇതിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് CPM ഹിന്ദു ആരാധനാലയങ്ങൾക്ക് നേരെയുണ്ടാകുന്ന ആക്രമണങ്ങളിൽ ആശങ്ക പ്രകടിപ്പിക്കുന്നതും പ്രധാനമന്ത്രിയോട് അടിയന്തര ഇടപെടൽ ആവശ്യപ്പെടുന്നതും. ന്യൂനപക്ഷങ്ങളുടെ ആരാധനാലയങ്ങളും വീടുകളും സ്ഥാപനങ്ങളും സംരക്ഷിക്കാൻ പുതുതായി അധികാരമേറ്റ ഇടക്കാല സർക്കാർ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് CPM പോളിറ്റ് ബ്യൂറോയുടെ ആവശ്യം. സർക്കാരിന്റെ പതനത്തിന്റെ ഫലമായുണ്ടായ അരാജക സാഹചര്യം മുതലെടുക്കുന്ന മതമൗലികവാദികളാണ് ന്യൂനപക്ഷ സമുദായത്തെ ലക്ഷ്യം വെക്കുന്നത് എന്നും CPM PB കുറ്റപ്പെടുത്തുന്നുണ്ട്. ഹിന്ദു ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം ഉറപ്പുവരുത്താൻ ഇന്ത്യയിലെ നരേന്ദ്രമോദി സർക്കാർ ബംഗ്ലാദേശ് അധികാരികളിൽ സമ്മർദ്ദം ചെലുത്തണമെന്നും PB പ്രസ്താവനയിൽ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച റാലികളും മറ്റും നടത്തിയ CPM ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുമ്പോൾ നിശബ്ദത പാലിക്കുകയാണ് എന്ന് സംഘപരിവാർ ആരോപിച്ചിരുന്നു. ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് തിരിച്ചടികളും കൂടി കണക്കിലെടുത്താണ് CPM ഇത്തരമൊരു പ്രസ്താവന ഇറക്കാൻ തയ്യാറായത് എന്നാണ് ഇപ്പോൾ CPMന് നേരെ ഉയരുന്ന വിമർശനം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം കേരള CPMന്റെ കണ്ണു തുറപ്പിക്കുന്നതായിരുന്നു. പശ്ചിമ ബംഗാളിലാകട്ടെ സ്ഥിതി അതേപടി തുടർന്നു. ഒരു CPM കേന്ദ്ര കമ്മിറ്റി അംഗം മറ്റൊരു മാധ്യമത്തോട് തുറന്ന് സമ്മതിച്ചതാണിത്. പ്രധാന വോട്ട് ബാങ്കായ ഹിന്ദു മതേതര വോട്ടുകൾ കേരളത്തിൽ ഭദ്രമാണ് എന്നാണ് പാർട്ടി കരുതിയത്. എന്നാൽ ഭൂരിപക്ഷ സമുദായ വോട്ടുകളിൽ ഇടിവുണ്ടായി. ചില പാർട്ടി അംഗങ്ങൾ പോലും കേരളത്തിൽ BJPക്ക് വോട്ട് ചെയ്തു. ബംഗാളിലും കേരളത്തിലും CPM മുസ്ലിം സമുദായത്തെ പ്രീണിപ്പിക്കുന്നുവെന്ന BJP സംഘപരിവാർ പ്രചാരണം പാർട്ടിക്ക് ക്ഷീണമായി. ന്യൂനപക്ഷ സംരക്ഷണം പാർട്ടിയുടെ പ്രഖ്യാപിത നയമാണ്. അതേസമയം മാറുന്ന രാഷ്ട്രീയ സാഹചര്യം കൂടി കണക്കിലെടുക്കേണ്ടതായുണ്ട് എന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം കൂട്ടിച്ചേർക്കുന്നുണ്ട്. CPMന്റെ മുഖപത്രമായ പീപ്പിൾസ് ഡെമോക്രസിയുടെ ഏറ്റവും പുതിയ എഡിറ്റോറിയൽ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരായ ആക്രമണങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമിയും അതിന്റെ വിദ്യാർത്ഥി വിഭാഗത്തെയും രൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. ഷെയ്ഖ് ഹസീനയുടെ ഏകാധിപത്യ ഭരണത്തിനെതിരായ വിദ്യാർത്ഥികളുടെ സ്വാഭാവികമായ പ്രതികരണമാണ് പ്രക്ഷോഭമായി മാറിയതെന്ന് CPM PB അംഗം MA ബേബി പോലും അഭിപ്രായപ്പെടുന്നുണ്ട്. രാഷ്ട്രീയവാദങ്ങൾ ശക്തമാവുകയാണ്. ബംഗ്ലാദേശിൽ കനൽ കെടുന്നുമില്ല. വിദ്വേഷം അതിർത്തി താണ്ടും മുൻപ് അടിയന്തര ഇടപെടൽ വളരെ ആവശ്യമാണ്.